ഹലോ ഗൈസ്, അപ്പോൾ ഇതാ അന്ന് ചാനലിലേക്ക് നമ്മളൊരാൾ വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് രവിയേട്ടനാണ്. രവിയേട്ടൻ ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ട്, എന്തൊക്കെയോ സാധനം ഉണ്ട്. എന്തൊക്കെയോ രവിയേട്ടനൊക്കെ ഇല്ല, നമ്മളെ സാധാരണ നാടൻ മുറുക്കാൻ. ഇതെന്താണ് സാധനം? ഇത് അടക്കയാണ്. അടക്കയാണ് ഗൈസ്. അടക്കാന്ന് വെച്ചാല് ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് എല്ലാവർക്കും കഴിയില്ല. ഓ, ഇതുപോലെ ഇങ്ങനെ ഭയങ്കര കഴിവ്. ഇത് പിച്ചാങ്കത്തിയാണ്, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പൊ അത് മുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണോ? മുറുക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന മുറുക്കാനല്ലേ സാധനം? മുറുക്കാനല്ലേ ഇത്? മുറുക്കാൻ വെറ്റില. വെറ്റില, അതാണ് വെറ്റില കേട്ടോ. ഇതാണ് വെറ്റില, ഇതാണ് വെറ്റില. ഇതിലൊരു വെറ്റിലെടുക്കുന്നു. വെറ്റിലെടുക്കുന്നു. പിന്നെ പുകലയുണ്ട്, പുകലച്ചപ്പ്. പുകലച്ചപ്പ്. ഇതെന്താ, ഇതിനെ ഒടിക്കുന്നതിനാണ്? അല്ല, അത് നമ്മളെന്താ പറയാ, എപ്പോഴും നമ്മളിതിന്റെ ഈ ഞെട്ട് കളയും, ഈ തലയും കളയും. തല ഏറ്റവും കളയൂല്ലേ? അത് കളയും. കാരണം നമ്മൾ അത് ഇതാണ് ഗൈസ്, ഇങ്ങനെയാണ് പറയുന്നത് ഗൈസ്. അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെയാണ് അതിന്റെ രീതി. പ്രാചീന കാലം തൊട്ടേ അങ്ങനെ തന്നെയാണല്ലേ? കിരണ ഇത് കൊണ്ടാ ചുണ്ണാമ്പുണ്ടോ? ചുണ്ണാമ്പെടുക്ക് കൂട്ടായിരുന്നു. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ തലയിലൊക്കെ നമ്മളിങ്ങനെ തുടയ്ക്കും. അതെന്താ വെച്ചാല് ഇതിന്റെ മേലെ എന്തെങ്കിലും പുഴുവിന്റെ രോമങ്ങളോ അല്ലെങ്കിൽ വല്ല വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. ഇത് ചുണ്ണാമ്പ്. ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ണാമ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ കക്ക നീറ്റിയെടുക്കുന്ന ഒരു സാധനമാണ് ചുണ്ണാമ്പ്. ഇതെന്തിനാണ് തേക്കുന്നത് രവിയേട്ടാ? ഇത് നമ്മൾ ഈ നാലും കൂട്ടി മുറുക്കലാണെന്നുള്ള. നാലും കൂട്ടി മുറുക്കല് അങ്ങനെയാണല്ലേ? അപ്പൊ അത് കൂട്ടി മുറുക്കുമ്പോഴാണ് ഇങ്ങനെ വെറ്റിലയില് ഇങ്ങനെ ചുണ്ണാമ്പ് തേച്ച് പിടിപ്പിക്കുക. കീറിയല്ലോ, അത് സാറില്ല, നമ്മള് കുഴപ്പമില്ല. ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെന്താക്കും, പാകത്തെ തേച്ചാൽ മതി. വല്ലാണ്ട് തേച്ചാൽ എന്താക്കും, വായു പൊള്ളും. വായു പൊള്ളും. നമുക്ക് ഇതിനെ പറ്റി അങ്ങനെ വലിയ അറിവില്ല, എന്നാലും നമ്മളെ ഫ്രണ്ട്സുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ്. ഇത് നമ്മളിപ്പോ ചുണ്ണാമ്പൊക്കെ തേച്ച് ഇനി നമ്മളിത് ഇങ്ങനെ മടക്കും. മടക്കിയിട്ട് നമ്മളെന്താക്കും, ഈ അടക്ക ഇത് കണ്ടില്ലേ, ഇതാണ് അടക്ക എന്ന് പറയുന്നത്. വയനാടൻ മുറുക്കാനാണ്. അപ്പൊ നമ്മള് അടക്ക തിന്നതിന് ശേഷം, അടക്ക ചവച്ചതിന് ശേഷം വെറ്റില വായിലേക്ക് ഇടുന്നു. സൗണ്ട് നല്ല സൗണ്ടാണ് ഗൈസ്. അത് ഇതാണ്. അത് മുറുക്കി കഴിയുമ്പോ ഒരു 2 മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റ് ചവയ്ക്കുമ്പോ നമുക്കൊരു നല്ലൊരു കളർ വരും. എന്ത് കളറായിരിക്കും വരിക? നല്ല റെഡ് കളർ, ചുവന്ന കളർ വരും. അപ്പൊ ഈ മുറുക്കുന്നതിനെ കൊണ്ട് രവിയേട്ടൻ എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്? ഒന്നുമില്ല, മുറുക്കുമ്പോ നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ നല്ലൊരു എനർജി കിട്ടുന്നതാണ് പറയുന്നത്. അത് സാധാരണ നമ്മൾ തണുപ്പത്തൊക്കെ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടൊക്കെ ചൂടാകാൻ വേണ്ടിയാണ് മുറുക്കുന്നത്. ചൂടാകാൻ വേണ്ടിയിട്ട് മുറുക്കും. അപ്പോൾ വയനാടൻ പാരമ്പര്യമാണല്ലോ ഒരു മുറുക്കൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ സംഭവം ചെയ്യും. രവിയേട്ടൻ എത്ര വർഷമായിട്ട് ഈ മുറുക്ക് ശീലമുണ്ട്? ഞാന് ഒരു 5-10 വർഷമായിട്ട് മുറുക്ക് വർഷമായിട്ടുണ്ടല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ദോഷപരമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാന് സ്ഥിരം മുറുക്കം ഒരു ചെയിൻ സ്മോക്കർ പോലെ, ചെയിൻ മുറുക്കലല്ല, എന്നാലും മുറുക്കും, നന്നായിട്ട് മുറുക്കും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, തുപ്പുമ്പോൾ ചോര പോലെയാണ്. നല്ല നല്ല ചുവന്ന കളർ വന്നില്ലേ? വന്നു. ഇതാണ് 4 കൂട്ടി മുറുക്കുമ്പോ ഇതിന്റെ ഒരു കളർ വരുന്നത്. ജയ്സൺ വന്നിട്ടുണ്ട്. ജയ്സൺ ചോദിച്ചേക്കും മുറുക്കാന്റെ ഗുണമെങ്ങനെയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെ ചെക്കനെ ഒന്ന് അനുഗ്രഹിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അനുഗ്രഹിക്കുക എല്ലാവരും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരുമായിരിക്കും ഗൈസ്. എല്ലാവർക്കും ബൈ. താങ്ക് യു.